10th പ്രിലിംസ് ചോദ്യങ്ങളാണ്. ഓഗസ്റ്റ് 22 നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള മുൻവർഷ ചോദ്യങ്ങൾ 2025 കേരള PSC ചോദിച്ചിട്ടുള്ള 10th പ്രിലിംസ് ചോദ്യങ്ങളാണ്. അവയുടെ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ DS കോത്താരി. ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഡിസംബർ 10. ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ആൻസർ ഓപ്ഷൻ ബി, മെറ്റേണിക്. മെറ്റേണിക്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, കുറുളി ചേകോൻ. കുറുളി ചേകോൻ. നെക്സ്റ്റ് ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിൽ. നെക്സ്റ്റ് വൺ, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ആൻസർ 7:30 PM. 7:30 PM. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനയിൽ ഉത്തര ഓപ്ഷൻ സി, ഇവയെല്ലാം ശരിയാണ്. ധനനയം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. നെക്സ്റ്റ് ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയത്? ആൻസർ ഓപ്ഷൻ ഡി, 61. 61ാം ഭേദഗതി പ്രകാരം. നെക്സ്റ്റ് ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ആൻസർ ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര. നെക്സ്റ്റ് ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരളം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ആൻസർ ഓപ്ഷൻ ബി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? കൊല്ലം കോട്ടപ്പുറം. ആൻസർ ഓപ്ഷൻ എ, ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. നെക്സ്റ്റ് വൺ, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് ആൻസർ ഓപ്ഷൻ എ, കണ്ണാടി പ്രതിഷ്ഠയാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അയ്യങ്കാളി കല്ലുമാല സമരം നൽകിയിട്ടുണ്ട്. അതുപോലെ പിന്നോക്കക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം ബാധിച്ചു. നെക്സ്റ്റ് ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ
നീലം കർഷകർ. ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ. ഓപ്ഷൻ സി ചമ്പാരൻ. നെക്സ്റ്റ് വൺ, ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജോനാഥൻ ടങ്കൻ. ജോനാഥൻ ടങ്കൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ രണ്ടാമത്തതാണ് ഓപ്ഷൻ സി ആൻസർ. നെക്സ്റ്റ് വൺ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ആൻസർ NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അല്ലെങ്കിൽ പദ്ധതിയായ യോഗിശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം. യോഗിശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് വൺ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡ വർമ്മ. ഇനി 24 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 24 സാഹിത്യം. ആൻസർ ഓപ്ഷൻ സി ഹാൻകം. ഹാൻകം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. ക്വസ്റ്റ്യൻ 32, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവയെല്ലാം തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ആരാണ്? ആൻസർ രാഷ്ട്രപതി. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശരി പ്രസ്താവന 1ഉം 3ഉമാണ്. ഒന്നാമത്തതും മൂന്നാമത്തതും ശരി പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 വരുന്നത്. ഹ്യൂമൻ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരും പഠിച്ചെടുക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി വരുന്ന വകുപ്പ് 17 ആണ്. അൺടച്ചബിലിറ്റി വകുപ്പ് 17. അൺടച്ചബിലിറ്റി 17. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം ഏതാണ്? വകുപ്പ് 21 ആണ്. വകുപ്പ് 21. നെക്സ്റ്റ് വരുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം ഇപ്പോഴും 21A ആണ്. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന ആത്മാവും അല്ലെ ഹൃദയവും എന്നുള്ളത് വകുപ്പ് 32 ആണ്. ഇതേപോലത്തെ സിമ്പിളായ സാധനങ്ങൾ എപ്പോഴും ചോദിക്കുന്ന സാധനം പ്രിലിംസിന് തെറ്റിക്കാതെ എഴുതേണ്ട കാര്യങ്ങൾ. തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ വകുപ്പ് 17. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം. ജീവൻ്റെ സംരക്ഷണം 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A ആണ്. ഹൃദയവാക്യം 32. സിമ്പിൾ ആർട്ടിക്കിൾസ് ആണ്. വ്യക്തമായി പഠിച്ചിട്ട് എഴുതുക. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. സിമ്പിൾ ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ഫാസിൽ അലി. നെക്സ്റ്റ് വൺ, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റും വീഴ്ച വരുത്തുമ്പോൾ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി.
ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 22. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ വൈദ്യുത വകുപ്പ് മന്ത്രി ഇപ്പോഴുള്ളത് സണ്ണി ജോസഫ്. സണ്ണി, നമുക്ക് സൂര്യൻ ഓർക്കില്ല, സണ്ണി സോളാർ എനർജി, സണ്ണി ജോസഫ്. വൈദ്യുതി സണ്ണി ജോസഫ്. ഓക്കെ, സണ്ണി ജോസഫ്. നെക്സ്റ്റ്, എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകൾ പഠിച്ചിട്ട് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കിഴക്കോട്ടിൻ്റെ ആൻസർ നമുക്ക് എത്ര വരും? 44ാമത്തെ ചോദ്യമാണ്. ഉത്തരം ഏതാണ്? ഉത്തരം 3. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതല്ലേ? ജലസേവന പദ്ധതി, ഇത് കല്ലട ആൻസർ വരുന്നുണ്ട്. ജലസേചന പദ്ധതിയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യം, സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഏതാണ്? പാലക്കാട് ജില്ല. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ല. അവിടുത്തെ സംരക്ഷിത മൃഗം സിംഹവാലൻ കുരങ്ങുകളാണ് സംരക്ഷിത മൃഗം. പിന്നെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ചീവീടുകൾ അവിടെ ഇല്ല. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കായികം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഒ ജെ ജനീഷ്. കായികം ഒ ജെ ജനീഷ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, കായികം ഒ ജെ ജനീഷ്. നെക്സ്റ്റ്, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ച വർഷം 1863 സെപ്റ്റംബർ 28. അയ്യങ്കാളിയുടെ കല്ലുമാല സമരം അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെച്ചേക്കാം. 1863 സെപ്റ്റംബർ 28. നെക്സ്റ്റ് ചോദ്യം, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? VT ഉണ്ട്, ഏലിയാസ് ചാവറ, ഗോവിന്ദറാനഡെ, വൈകുണ്ഠസ്വാമി. വേറിട്ടതിൽ ഒറ്റയാനാരെന്ന് ചോദിക്കുന്ന പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരാണ്? മഹാദേവ്, ഗോവിന്ദ റാനഡെ. ഇവർ 3 പേരും നമുക്ക് ഒറ്റ ട്രിപ്പിൽ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ഓർക്കാം. നെക്സ്റ്റ് ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ആൻസർ KM പണിക്കർ, മലയാളി. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രസിദ്ധരായ നേതാവ് തിരിച്ചറിയാം. ഇത് വായിക്കണം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മലബാർ ജനിച്ചു. പിന്നെ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇത്തരം വായിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്തുന്നില്ലേ? ഉത്തരം ഏതാണ്? ആൻസർ AK ഗോപാൽ, എൻ്റെ ജീവിതകഥ അല്ലേ? നെക്സ്റ്റ് വൺ, ഫതൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി ശരി പ്രസ്താവന ഏതൊക്കെയാണ് അല്ലേ? ഇത് കറക്റ്റായിട്ടൊന്നുമില്ല കേട്ടോ, ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അറബി കാവ്യമാണ് ഫത്തഹദൽ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? വനിതാ സമ്മേളനം. ആൻസർ വടകരയാണ്. ഓക്കെ, വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. നെക്സ്റ്റ് വൺ, ബാരിസ്റ്റർ GP പിള്ള താഴെ പറഞ്ഞ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ആൻസർ ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. ഇനി കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഷൺമുഖം ചെട്ടി.
നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിലൊരെണ്ണം താഴെ പറയുന്നു ഏതാണത്? ആൻസർ ഓപ്ഷൻ ബി, അഗസ്തീശ്വരം. നെക്സ്റ്റ്, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ആൻസർ നിശാന്തത, അല്ലേ? മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയാണെന്ത്? നിശാന്തത. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറഞ്ഞൊരു ജനിതക രോഗമാണ്. ജനിതക രോഗം എന്ന് പറയും, അല്ലേ? ഹീമോഫീലിയ, ഹീമോഗ്ലോബിൻ, ബ്ലഡിൻ്റെ കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയും. ഒരു ജനിതക വൈകല്യമാണിത്. ഓക്കെ. റോയൽ ഡിസീസ് എന്ന് പറഞ്ഞൊരു മറ്റൊരു പേരുണ്ട്. ഇനി അപ്പോൾ പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്നിവ എന്താണ്? ജീവിതശൈലി രോഗം ആകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ്, അല്ലേ? റേച്ചൽ കഴ്സൺ. അവിടുത്തെ പ്രതിപാദ്യ വിഷയം ഏതായിരുന്നു? DDT ആയിരുന്നു. പ്രതിപാദ്യ വിഷയം DDT. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പെരിയാർ. മനുഷ്യരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ. ഈ സ്റ്റേപ്പീസ് എന്ന് പറയുന്നത് എന്താണ്? മാലിയസ് ഇൻകസ്, അല്ലേ? സ്റ്റേപ്പീസ് എന്ന് പറയുന്നത് ചെവിയിലെ അസ്ഥികൾ, ചെവിയിലെ മധ്യകടത്തിനടുത്ത് കാണപ്പെടുന്ന അസ്ഥികളാണ് മാലിയസ് ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ്. നെക്സ്റ്റ്, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ആൻസർ ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. നെക്സ്റ്റ് വൺ, മനുഷ്യരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരൾ. നെക്സ്റ്റ് വൺ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 23. നെക്സ്റ്റ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദുർബലരും ദരിദ്രരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം കൊടുക്കുന്ന തുക, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം കൊടുക്കുന്ന തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 ലക്ഷം. നെക്സ്റ്റ് ചോദ്യം, പ്രവൃത്തി സംഭവിക്കുന്ന ദിവസങ്ങളിൽ ഇതിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, ഏതൊക്കെയാണ് നെഗറ്റീവ് എന്നുള്ളത് ഉത്തരം എന്ന് നമുക്ക് എന്താ വരിക? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 2, 3 പ്രസ്താവനകളാണ് പോസിറ്റീവ് സന്ദർഭങ്ങളിൽ വരിക. ഒരു കല്ല് മുഹൂർത്താഷ്ട ഫലത്തെക്കുറിച്ചൊരു ചോദ്യമാണ് വന്നേക്കുന്നത്. വ്യക്തമായിട്ടത് വായിച്ച് നമുക്കത് മനസ്സിലാക്കി ഉത്തരമിട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിനും Fനും Pക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. നെക്സ്റ്റ് വൺ, മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയായിരിക്കണം? അല്ലേ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി, കേൾക്കാൻ കഴിയുന്ന ശബ്ദം. 20 ഹെർട്സിന് താഴെ നമുക്ക് കേൾക്കില്ല, ഇതിന് മുകളിൽ നമുക്ക് കേൾക്കത്തില്ല, ഇതിനിടയ്ക്ക് മാത്രം നമുക്ക് കേൾക്കാൻ സാധിക്കും. നെക്സ്റ്റ് ചോദ്യം, ഫാരൻഹീറ്റ് തെർമോമീറ്റർ 98 ഡിഗ്രി F താപനില കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ അത് കെൽവിൻ സ്കെയിലാകുമ്പോൾ എത്ര വരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. 310 K ആണ്. നെക്സ്റ്റ്, ചലനവുമായുള്ള സമവാക്യം, ശരി സമവാക്യം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, U square ഈസ് ഈക്വൽ ടു V square minus 2AS. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ കാറിൽ എന്ത് ഊർജ പരിവർത്തനമാണ് അവിടെ സംഭവിക്കുക? അത് രാസോർജം ഗതികോർജമാകുന്നു. നെക്സ്റ്റ്, സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു, ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തന്നിരിക്കുന്നവയിൽ 1, 2 മാത്രമാണ് തെറ്റ്.
രണ്ട് തെറ്റാണ്. ഓക്കെ. ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ പഠിച്ചു വയ്ക്കുക. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. പിന്നെ ഒന്ന് പ്രസ്താവന ശരിയാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോം തന്മാത്രകൾ കാണപ്പെടുന്നു. ശരി, രണ്ട് പ്രസ്താവനകളും പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത് മാറി മാറി നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ചോദ്യം തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന. ഐസോടോപ്പ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഐസോടോപ്പ് എന്താണ്? ശരി പ്രസ്താവന ഓപ്ഷൻ ബി. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ്. നമുക്ക് നല്ലവണ്ണം അറിയാമായിരിക്കും, പക്ഷേങ്കിൽ ഇത്രയും കൂടി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് കറക്റ്റ് അതൊന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണോ നമ്മൾ പഠിച്ചു വെച്ചേക്കില്ലേ, ഐസോടോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് മാത്രം അതങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നോക്കുക. അപ്പോൾ അത് മാത്രം കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം അറ്റോമിക സംഖ്യ 8 മൂലകം. 8 വരുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി 20 ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ ഉണ്ട്, അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പേഴ്സണലി അത് ആ മെസ്സേജിൽ തന്നെ അവിടെ മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ആ മെസ്സേജ് അത് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് അവിടെ മെസ്സേജ് ചെയ്യും. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. അപ്പോൾ അടുത്ത ഇനി ഇതുപോലുള്ള പ്രിലിംസ് എഴുതുമ്പോഴത്തേക്കിന് നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ നടന്ന പ്രിലിംസിൻ്റെ 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്നിച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു.